അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ നേർച്ചയാക്കി ചൊല്ലിയാൽ 2 പ്രതിഫലം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയൊന്ന് വിശദീകരിക്കാമോ എന്നാണ്. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യകർമ്മം ചെയ്യൽ സുന്നത്തായ, ഫർളായിട്ടുള്ളതല്ല, ഉള്ളതല്ലാത്ത ഒരു പുണ്യകർമ്മം അത് നിർബന്ധപൂർവം ചെയ്യാൻ ഏറ്റെടുക്കുക എന്നാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. അതായത് നേരത്തെ ആ ദിക്റ് ചൊല്ലൽ സുന്നത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഒഴിവാക്കിയാൽ കുറ്റം കിട്ടുമായിരുന്നില്ല. എന്നാൽ നേർച്ചയാക്കിയാൽ പിന്നെ അത് വീട്ടൽ നിർബന്ധമായി. കാരണം നേർച്ച എന്ന് പറഞ്ഞാൽ ഇൽത്തിസാമു മുക്കല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ, അവൻ തന്നെ വ്യക്തിപരമായി ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു പുണ്യകർമ്മത്തെ നിർബന്ധപൂർവം ചെയ്യാൻ ഏറ്റെടുക്കുക എന്ന നേർച്ചയുടെ അർത്ഥം. നമ്മൾ ചെല്ലുന്ന ദിക്റുകളൊക്കെ നേർച്ചയാക്കിയാൽ നിർബന്ധം ചെയ്തതിന്റെ കൂലി കിട്ടും ചെയ്താല്. അതേ സമയത്ത് സാധാരണ ദിക്റ് ചെല്ലിയിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൂലായിരുന്നു. നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ ചെല്ലിയിട്ടില്ലെങ്കിൽ പരലോകത്ത് ഇടിയും കൂടെ കിട്ടും. മനസ്സിലായോ? ഒന്ന് ചെയ്താൽ കൃത്യമായിട്ട് പാലിച്ചാൽ നിർബന്ധത്തിന്റെ പ്രതിഫലം കിട്ടും. അതേസമയത്ത് അത് നേർച്ചയാക്കിയിട്ട് പിന്നെ പാലിക്കാതെ വന്നാൽ നിർബന്ധം ഒഴിവാക്കിയതിന്റെ കുറ്റവും ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും.